എന്താ നമുക്ക് പോയി നോക്കണ്ടേ പരിപാടി എങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്? പിന്നെ happy groom to be, happy bride to be. Hello guys. ഇന്ന് നമ്മുടെ എന്താ പരിപാടി? നമ്മുടെ കോസ്റ്റ്യൂം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ ലുക്ക് ഒക്കെ കണ്ടിട്ട് കുറച്ച് ഹെവി ആയിട്ടുണ്ടല്ലേ? ഇവള് കുറച്ച് ഹെവിയാണ്. നമ്മള് നോർമൽ അതെ ആണോ? ഓക്കെ, നമ്മളിന്ന് നോർമൽ കോസ്റ്റ്യൂമിലല്ല, കുറച്ച് ഒരു ഹെവി ഒരു പാർട്ടി ഒരു വൈബിലും പിന്നെ അങ്ങനത്തെ കുറച്ച് ഹെവി കോസ്റ്റ്യൂമാണ്. കുറച്ച് ചെറിയ ഹെവി കേട്ടോ. അപ്പൊ എന്താന്ന് മനസ്സിലാവും, നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ബിഗിനിങ് ആണ്. അപ്പൊ അതാണ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ടു ബി ആണ്. സോ അതിനു വേണ്ടി നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നു. അപ്പോൾ നമ്മുടെ പിള്ളേർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവര് സെറ്റ് ചെയ്തിട്ട് ഇന്നത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാ, എല്ലാവരും അവിടെ എത്തും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മൾ ബ്രൈഡ് ആൻഡ് ഗ്രൂം ടു ബി കളറാക്കല്ലേ, ഒന്നിച്ച് കളറാക്കാം നമുക്ക്. നമ്മള് ഇവളുടെ ഓൾറെഡി ഒരു ബ്രൈഡ് ടു ബി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവൾ വീട്ടിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്ത് വന്നതാണ്. എന്നിട്ട് ഇല്ലേ എന്നൊക്കെ വ്ളോഗ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, നമ്മള് ഇന്നത്തെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ടു ബി ഒരു നല്ലൊരു വ്ളോഗ് ആയിട്ട് എടുക്കാന്ന് ഓർത്തു. എല്ലാരെയും വെച്ച് ഒരു ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിക്കാന്ന് അല്ലേ? ബാച്ചിലേഴ്സ് പാർട്ടി ഒന്നും അല്ല, ചെറിയൊരു എന്താ പറയാ, ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് വരാ. പാർട്ടി ഒന്നുമല്ല, വലിയ ഹെവി പാർട്ടി ഒന്നുമില്ല, ചെറിയ പാർട്ടി. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നു, അവരെല്ലാം അങ്ങോട്ടേക്ക് വരും. അപ്പൊ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പൊ നമുക്ക് പോവല്ലേ? അപ്പൊ അതെ, നിന്റെ ഓൾറെഡി ഒരു ബ്രൈഡ് ടു ബി കഴിഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? നല്ലായിരുന്നു. നീ വിചാരിക്കാത്ത ഒരു ഇമോഷൻ നിനക്ക് ഇടയ്ക്ക് കയറി വരും. ആണോ? നിനക്ക് വന്നായിരുന്നോ? എന്താന്ന് വെച്ചാ എനിക്ക് വന്നായിരുന്നു. ലൈക് ഞാൻ ഭയങ്കര ഹാപ്പി ഒക്കെ ആയിരുന്നു പോയപ്പോ. നമ്മള് കസിൻസ് ഒക്കെ ആയിട്ട് പോയി, ചേച്ചിയും കസിൻസ് എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെന്ന് നമ്മള് ലൈക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യേണ്ട ആ ഒരു മൊമെന്റ് എത്തിയപ്പോ കൈയൊക്കെ ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഫീല്. എന്താ എങ്ങനെയാ പറയാ, നമ്മള് ലോക്കാവാൻ പോകുന്ന ബാച്ചുലർ ലൈഫിൽ നിന്ന് നീ ഒരു ഫാമിലി ലൈഫിലേക്ക് പോകുമ്പോ നമ്മുടെ ബാച്ചലർ ലൈഫ് ഒക്കെ മിസ് ചെയ്യാമോ അങ്ങനത്തെ ഒരു തോട്ട്. അത് നിനക്ക് ചിലപ്പോ ഒന്ന് കേക്ക് കട്ട് ചെയ്യാൻ പോകുമ്പോ മേ ബി വരുമായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ നിനക്ക് വരുമോന്ന്. ചിലപ്പോ ഞാനും കൂടി ഉള്ളതുകൊണ്ട് ഞാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഐ മീൻ ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഐ മീൻ നമ്മൾ ഒന്നിച്ചല്ല, അതുകൊണ്ടും കൂടെ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇന്ന് വരുമോന്ന് നമുക്ക് നോക്കാം. അവിടെ പോയിട്ട് നമുക്ക് ബ്രൈഡ് ആൻഡ് ഗ്രൂം ടു ബി നമുക്കൊന്ന് കളറാക്കിയിട്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ നമുക്ക് ഗൂസ് ബംസോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ എമോഷനോ എന്തെങ്കിലും വരുമോന്ന് നോക്കട്ടെ. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മള് വിചാരിക്കുന്ന ഒരു കുഞ്ഞു ചേഞ്ച് അല്ലല്ലോ വരാൻ പോകുന്നേ. നമ്മൾ ഇത്രയും കാലം എന്ന് വെച്ചാ ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയില്ലേ. ആ ഒരു ലൈഫ് ഞാൻ മാറിയിട്ട് ഇപ്പൊ നമ്മൾ ലൈഫിലേക്ക് വരുമല്ലേ. രണ്ടുപേര്, നേരത്തെ ഒരാളുള്ളത് രണ്ടുപേരായി. ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാനോ എനിക്ക് ഇപ്പൊ സഡൻ ആയിട്ട് പോകണമെന്ന് തോന്നിയാലും നീ ഉണ്ടാവും എന്റെ കൂടെ. നമ്മൾ രണ്ടുപേരും കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യണം. രണ്ടുപേരും ഡിപെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെ, അതൊക്കെ ഉണ്ടാവും. ഇപ്പൊ കല്യാണം ഫാമിലി ആയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഉണ്ടാവും. അതാണ് അതിന്റെ ഒരു ലൈഫ്. ആ ലൈഫിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മൾ പുതിയ ഒരു ഇതുണ്ടാവൂലേ, ഇങ്ങനെയൊക്കെ ആണ് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ രണ്ടുപേരാണ്, ഒരാളല്ല എന്നുള്ളത് കുറെ തോട്ട്സ് വരും ആ ഒരു മൊമെന്റില്. എനിക്ക് അന്ന് കേക്ക് കട്ട് ചെയ്യാൻ നേരം ആ മറ്റേ റീലില് നിങ്ങൾ നോക്കിയാൽ കാണാം, ഞാൻ ചേച്ചിയുടെ അടുത്ത് ചിന്നിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേക്ക് കട്ട് ചെയ്യട്ടേത്. ഞാൻ എന്താ ചോദിക്കുന്നത് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഒരു ഗൂസ് ബംസ് വന്നു. അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടത് മനസ്സിലാവില്ല. ഒരു പ്രത്യേക ഫീൽ എന്നാ ഇങ്ങനെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ എന്താ. ഇങ്ങനത്തെ ഫീല് നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ആ ഫീൽ എന്താ ഇവക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഇതുപോലെ ബ്രൈഡ് ടു ബി അല്ലെങ്കിൽ ഗ്രൂം ടു ബി, അതല്ല ലൈക് കല്യാണത്തിന്റെ സമയത്ത് താലി കെട്ടുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗൂസ് ബംസ് കൈൻഡ് ഓഫ് ഫീൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. അത് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. സോ നിങ്ങൾ
ഇത് ഈ സാധനം വന്നിട്ടുള്ളവര് കമന്റ് ചെയ്യും, നമുക്ക് നോക്കാം എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം, എന്നിട്ട് നമ്മളെ പരിപാടി സെറ്റ് ആക്കാം. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമ്മള് ഒരു 3 to 5 ആണ് സ്ലോട്ട് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് അവിടെ എത്തണം, ഇന്നേലും കുറച്ച് നേരത്തെ എത്തണമെന്നുണ്ട്. നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ നമുക്ക് പോയിട്ട് അവിടെ ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാം നമുക്ക് കാണിക്കാം. അപ്പം ഞങ്ങളുടെ കൂടെ നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ടു ബി ഇന്ന് അടിച്ച് പൊളിക്കുന്നു അല്ലേ? ഇതാണ് നമ്മുടെ ഹാപ്പി കപ്പ് ഹെറിറ്റേജ്. ഇവിടെയാണ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ടു ബി സെറ്റ് ചെയ്തേക്കുന്നത്. എന്താ നമുക്ക് പോയി നോക്കണ്ടേ പരിപാടി എങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്? പോയി നോക്കാം. നമ്മൾ ആ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്, വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാല്ലേ? കയറിയിട്ട് നോക്കാം നമ്മൾ പരിപാടി എങ്ങനെയാന്ന്. അകത്തുണ്ടല്ലോ, അകത്ത് നിൽക്കുന്നുണ്ട്. അമ്മേ പൂമണി വീഡിയോ എടുക്കുന്നുണ്ടോ? ഇതിനകത്ത് നമുക്ക് ഔട്ട് സൈഡാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഔട്ട് സൈഡ്. ഹായ് ഹായ്, നീയാണോ ഗ്രൂം? ഓ കൊള്ളാലോ. കൊള്ളാല്ലേ ഇവര് ചെയ്തത്? ഇതാണ്. എന്നാ എപ്പ എത്തി നിങ്ങള്? സെറ്റ് കൊള്ളാം. എന്താ ഇട്ട് കൊടുക്കാനോ? അത് സമയമില്ലോ, ഇപ്പൊ തന്നെ ഇടണോ? എന്നാ നിക്ക ഒരു മിനിറ്റ്, ഇത് പിടിച്ചോ. ഇവിടെ അല്ലേ നിക്കണ്ടത്? അമ്മേ വന്നോ നിനക്ക്? ഞാൻ പറഞ്ഞ സാധനം വന്നു. നീ പറഞ്ഞ സാധനം നിന്റെ നീ അത് കുഴപ്പമില്ല. എങ്ങനെ? അതന്നെ ഞങ്ങൾ വന്നു. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ടു ബി ആണ്. പരിപാടി സെറ്റ് ചെയ്തത് ഇവരാണ്. ഇവന്റ് മാനേജ്മെന്റ് ടീം. ഇതാണ് ഇവന്റ് മാനേജ്മെന്റ് ടീം. അനിരുദ്ധൻ ആൻഡ് പൂമണി ആൻഡ് ടീംസ് ആൻഡ് നവ്യ. ഇത് നവ്യനെ അറിയാലോ? നവ്യനെ യൂട്യൂബ് ചാനലിൽ കുറെ പേര് ചോദിക്കാണ്, നവ്യനെ കണ്ടിട്ട് കുറെ ആയല്ലോ. ഞാൻ പറഞ്ഞു ഉടനെ തന്നെ വരും. എത്തി. കൃഷ്ണേന്ദു IBS മെയിൻ ടീം കേട്ടോ. പിന്നെ വിഷ്ണുവേട്ടൻ വീഡിയോയിലൊന്നും വരാറില്ല. പിന്നെ ഇത് ജയന്തൻ ടീം പിള്ളേ. ഇൻവെർട്ടർ, ഇതാണ് ഇൻവെർട്ടർ. പൂമണി ഭയങ്കര ബിസി ആട്ടോ വീഡിയോ എടുത്തിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ടു ബി. അതെ, എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാമല്ലോ. ആ വൈൻ, ഫ്ലവർ, പിന്നെ കുറച്ച് ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് കളർ തീം എന്താന്ന് അറിയോ? പച്ച, ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ്. ഇത് പിടിച്ചോ ആരേലും. ആരെ വെച്ചെടുക്കണ്ടേ? ഇല്ലല്ലേ, നീ എന്നെ വെച്ചെടുത്തോ? ഞാൻ വെച്ചെടുക്ക. എനിക്ക് വെച്ചുകൊടുക്കാനൊന്നും ഇവിടെ ഒന്നും ഇല്ലേ. എനിക്ക് ഒരു സാധനം അതാ അത് വേണ്ട, ഡെസി സ്വാഗ് അത് എനിക്ക് വേണ്ട. വേറെന്താ ഉള്ള ഇവിടെ? കൊറേ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. ടീം ഗ്രൂം. ഇത് ടീം ഗ്രൂം ആണോ? നീ ലുക്കായില്ലോ പെട്ടെന്ന്. ഞാൻ എന്റെ കൂടെ വന്ന പോലെ അല്ലല്ലോ ഇവള്. കാര്യമായിട്ട് ഇത് കണ്ണിലൊന്ന് കളർഫുൾ ആയിട്ട്. സ്റ്റിൽ സിംഗിൾ ആണ് ഞാനിപ്പോ. ഇനിയാണ് നമ്മള് ഫാമിലി ആവാൻ പോകുന്നത്. ഉണ്ട്. ഇത് ടീം ഗ്രൂം കൊറേ ഉണ്ടല്ലോ. ഇതെന്താ? ലിപ്സാ? ഗെയിം ഓവർ. ഇതെന്താ ഇതിന് പുറകില്? ചിയേഴ്സ്, ഗെയിം ഓവർ, മൈ ഗെയിം ഓവർ. അങ്ങനൊന്നുമില്ല, ഗെയിം ഒന്നും ഓവറാവില്ല ഇവിടെ. ചിയേഴ്സ്. പിന്നെ വേറെ ലിപ്സ്റ്റിക് ഉണ്ട്. ബാച്ചുലേഴ്സ് പാർട്ടി. നമുക്ക് ബാച്ചുലേഴ്സ് പാർട്ടി നടത്താൻ പറ്റിയിട്ടില്ല. നമുക്ക് പതിയെ ഉടനെ തന്നെ നടത്താം അല്ലേ പൂമണി?
നമുക്ക് കല്യാണത്തിന് മുമ്പ് നമുക്ക് ബാച്ചിലേഴ്സ് പാർട്ടി നടത്താം. ഇപ്പൊ ആരും ബാച്ചിലർ അല്ലാത്തോണ്ട് ബാച്ചിലർ ഇവിടെ ആ ശരിയാ, അതെ അത് ചുമ്മാ. ബാച്ചിലർ പാർട്ടി നടത്തണമെങ്കിൽ എല്ലാരും ബാച്ചിലർ ആണെങ്കിലേ നമുക്ക് ബാച്ചിലർ പാർട്ടി നടത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ബാച്ചിലർ അവിടെ കാണിച്ച് ബാച്ചിലർ ആയിട്ട് ഒരാള് മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ. അപ്പൊ അവന് വേണ്ടി മാത്രം ഞാൻ അവന് വേണ്ടി എനിക്ക് മീശയോ അവന് വേണ്ടി മാത്രം ഒരു ബാച്ചിലർ പാർട്ടി ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇവനെ നോട്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ കേക്ക് വന്നു. അയ്യോ അയ്യോ, അപ്പൊ ഇത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നീക്കിക്കോ. കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പോയിട്ട് നിക്കലോ. അങ്ങോട്ട് നിക്കോ. കൗണ്ട് ഡൗൺ ബിഗിൻസ്. കൗണ്ട് ഡൗൺ ബിഗിൻസ്. ഞാൻ കറക്റ്റ് ആയിട്ടാണോ ഇട്ടേക്കുന്നത്? റൂം ടു ബി. കേക്ക് എങ്ങനെയുണ്ട് കളറ്? ബീജ് ആൻഡ് വൈറ്റ്. ഒരു വെറൈറ്റി ആയിട്ടുണ്ടോ? ആ എവിടുന്ന് കിട്ടി? ഇന്നലെ രാത്രി എന്താ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും കോസ്റ്റ്യൂമിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യണം. ഇന്നലെ വരെ ആർക്കും ഇല്ലായിരുന്നു വൈറ്റ്, പക്ഷെ ഇന്ന് എല്ലാരും വൈറ്റ് വന്നിട്ടുണ്ട്. ഇതിവിടെ വെക്കട്ടെ. ഇപ്പൊ മഴ പെയ്യും തോന്നുന്നു. ഇവിടെ മാങ്ങയൊക്കെ ഉണ്ട്, മാങ്ങ കാണിക്കാൻ പറ്റിട്ടില്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. മുരിങ്ങ ഉണ്ട് അവിടെ, മുരിങ്ങയുണ്ട്, മാങ്ങയുണ്ട്. ആദ്യം കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് എനിക്ക് ഗോൾഡ് ആൻഡ് സിൽവർ ആണോ? കളറ് ഊതി വിട്ട് ഇതെടുത്ത് മാറ്റാനാ? ഇത് വെക്കണോ? ഇത് വെച്ച കത്തിപ്പോയില്ലേ ചെലപ്പോ? കാറ്റ കാറ്റ. നമുക്ക് ഇതില് കത്തിച്ചേക്കാം. നല്ല കാറ്റാണ്. കുഴപ്പമില്ല കുഴപ്പമില്ല. പിന്നേതാ നീ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഞാൻ വായിൽ വെച്ച് ആക്കണം. എന്നിട്ട് വായിന്ന് എടുത്തിട്ട് ഇവിടെ കുത്തണം. അതാ ഞാൻ ചെയ്തത് ഇപ്പൊ. പക്ഷെ അത് നമുക്ക് ഈ കാറ്റ് കാരണം അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നുകൂടെ ചെയ്യണോ? വൺസ് മോർ പോണോ? എടാ വൺസ് മോർ പോണെന്ന്. നല്ല കളർ ആദ്യം കത്തിക്കണ്ടേ. നമ്മള് വൺസ് മോർ പോവാണേ, പരിപാടി സെറ്റ് ആയിട്ടില്ല. അവന്റെ വായിൽ വെച്ച് നീ കത്തിച്ചെടുക്കാം. ഞാൻ ചിരിക്കരുത്, നിങ്ങൾ ചിരിപ്പിക്കല്ലോ. രണ്ടാളും ഒരേപോലെ എന്റെ വായ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വെക്കണോ? നീ വായ ഇങ്ങനെ വെച്ചാൽ മതി. ഞാൻ ഇതന്നെ നേരെ നിൽക്കണം. അപ്പൊ എടുക്കണ്ടേ? നേരെ നിനക്ക് ഒറ്റ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കുത്തണം. ആറ്റിറ്റ്യൂഡില്. വാ വാ, ആറ്റിറ്റ്യൂഡ് 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 ഗയ്സ്. മുഖം കാണുമ്പോ എനിക്ക് സീനാട്ടോ. ഓക്കെ ഓക്കെ, കത്തി വെക്ക് വായില്. എടുക്കടാ. ഇനി ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ പരിപാടി എങ്ങനെ സെറ്റായി? ഓക്കെ, ഊതാം. 3 4. നീ കട്ടി, ഒരുമിച്ച് കട്ടിയ. എന്താ എവിടെ പോകുന്നേ? ആ ബർത്ത്ഡേ. എടാ ബർത്ത്ഡേ അല്ലടാ. ഹാപ്പി ഗ്രൂം ടു ബി, ഹാപ്പി ഗ്രൂം ടു ബി, ഹാപ്പി ബ്രൈഡ് ടു ബി. എടുത്തോ. ആ ഞാൻ തരട്ടെ നിനക്ക്. അങ്ങനെയല്ലത് പടാ. ഞാൻ ഡയറ്റില്ല. എന്ത് ഡയറ്റില്ല? ചെറിയ പീസ്.
ആണോ? അവനൊരു പൈസ കൊടുക്കണം. ബാ എല്ലാവർക്കും അവരെ കൊടുക്കണ്ടേ? അവരാ വെച്ചതാ ഇപ്പളാ പരിപാടി മനസ്സിലായത്. ഇങ്ങനൊന്നും അല്ലടാ, നമ്മളാദ്യമായിട്ടല്ലേ അടുത്തൊരു സെറ്റ് ചെയ്യാം. അടുത്ത നിന്റെ കല്യാണത്തിന് സെറ്റ് കേട്ടോ. പൂമണ്ടിയത്തിന് നമ്മളാ കൊടുത്തത്. അതെ, അപ്പൊ നമ്മൾ ഓഡിയൻസ് ആയിരുന്നല്ലോ. ഓഡിയൻസ് ആയതുകൊണ്ട് നമ്മളല്ലേ കൊടുക്കുള്ളൂ. ഓഹോ തീർന്നു. ശരിയാ, കൂടിപ്പോയില്ലേ? ഷുഗർ കൂടിപ്പോയി. ടിഷ്യൂ അവരൊന്നും വാങ്ങോ? ആ ടിഷ്യൂ ഉണ്ടല്ലോ. ബട്ടർ സ്കോച്ച് അല്ലേ ഇത്? ബട്ടർ സ്കോച്ച് അല്ലേ? കണ്ടിട്ട് ബട്ടർ സ്കോച്ച് പോലെ തോന്നുന്നു. നീ കൊടുക്കണോ? പൂമണി എനിക്ക് കൊടുക്കാൻ പോണേ. റീസെന്റ് കല്യാണം കഴിഞ്ഞ പൂമണി. നല്ല ഷുഗർ ആയിരിക്കും. ഇനി നമുക്ക് ഇത് വൈൻ കുടിക്കാം. കൈ കുഴപ്പമില്ല, എന്നാ കൈ കഴുകി തുടച്ചാ മതി. ടിഷ്യൂ ഇങ്ങനെ ഇട്ടിട്ടോ? കഴുകിട്ട് വരാം കൈ. ഇങ്ങനെയോ? മനസ്സിലായി. വേണം എടുത്തോ. നോൺ ആൽക്കഹോളിക്കാ. വൈൻ കുടിക്കാം. എടുത്തോ. വൈൻ എങ്ങനെയാ പിടിക്കണ്ടെന്ന് അറിയോ? അത് വേറെ. ചിയേഴ്സ് പറഞ്ഞിട്ടാ ഇങ്ങനെ പിടിക്കണം. ചിയേഴ്സ് പറഞ്ഞ നിനക്ക് ആദ്യം ട്രൈ ചെയ്യാം. ചിയേഴ്സ് പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ. ഓക്കെ, കുടിക്കാൻ കിട്ടൂടാ. ചിരിപ്പിക്കലോ നിനക്ക് അടുത്ത വൺ മോർ. കിട്ടിയില്ല. ഫേസ് സൈഡ് ആയി പോയോ? ഇങ്ങനെ പിടിക്കണോ? നിക്ക് കാണിത്തരാം. അപ്പൊ എങ്ങനെ കുടുങ്ങൂടാ? ഈ കയ്യില് ലെഫ്റ്റ്. വേണ്ട. അപ്പൊ എന്നെ എന്താടാ ചിരിക്കണ്ടോ? ഫൈനലി ഞങ്ങൾ അഭിനയിച്ചിരിക്കുന്നു. ഇത് വെച്ചു. ഇനി നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഫോട്ടോസ് എടുക്കണം. അപ്പൊ നമ്മൾ അടുത്ത ഫോട്ടോ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഒരാളെ വിളിച്ചാലോ ഫോട്ടോ എടുത്തരാൻ വേണ്ടിട്ട്? നീ വെറുതെ ഇരിക്കണ്ട, നീ ഫോട്ടോ എടുക്ക്. നീ വെറുതെ അവിടെ കിടന്ന് നല്ല ഫോട്ടോ എടുക്കണം കേട്ടോ. ഇങ്ങനെ എടുക്ക്. പ്രൊഫഷണൽ ആയിട്ട് എടുക്ക്. ഇങ്ങനെ എടുക്കടാ. എന്നാലേ അത് നമ്മളൊരു പ്രോ ഫോട്ടോ എടുക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. ഓക്കെ. അതല്ല മറ്റേടാ. അല്ല ഇങ്ങനെ ഇത് ഇതൊരു എടാ ഇത് വൈൻ ഗ്ലാസ്. പക്ഷെ വൈൻ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുവോ? അപ്പൊ ഞാൻ വൈൻ ഗ്ലാസ് മുന്നിലേക്ക് കുടിച്ചേ. ഇനി എന്നെ നോക്ക്. ഇങ്ങനെ നോക്ക്. ഇത് നമ്മളെ ബ്ലറാക്കൂന്ന്. എന്താ ഓർഡർ ചെയ്യാന്ന്? അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നീ വേണം പറയാ. ഞാൻ പറയാം. രണ്ടാമത്തെ കല്യാണമല്ല, രണ്ടാമത്തെ ബ്രൈഡ്. കമന്റിൽ വരും രണ്ടാമത്തെ കല്യാണമാണല്ലേ. നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരുന്നു. ഇനി ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാല്ലേ? എന്താ ഓർഡർ ചെയ്യാ? പാസ്ത, പിസ്സ, എന്തൊക്കെയാ പറയുന്നില്ല. ഞാനല്ലേ ഇവിടുത്തെ ആള്, ഞാൻ വിളിക്കാം. അതിൽ ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് പോയേ, ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല അതില്. ഞാൻ ആളെടുത്ത് വെക്കട്ടെ. നിങ്ങളെ കപ്പിൾ ഡാൻസ് ഉണ്ട്. എടാ നിങ്ങളെ കപ്പിൾ ഡാൻസ് ഉണ്ട് കല്യാണത്തിന്. ഇവര് പൂമണി ട്രെയിൻ ചെയ്യും. പൂമണിയാണ് ഡാൻസ് മാസ്റ്റർ. ഇവൻ അസിസ്റ്റന്റ്. ഇവൻ ഇപ്പൊ ഡാൻസിന്റെ ഇതിലില്ല, കുറച്ച് പഠിപ്പിക്കില്ല. ഇത് സിംഗിൾ ഡാൻസ് മാത്രമേ പഠിപ്പിക്കുള്ളൂ. പൂമണി ആണെങ്കിൽ കപ്പിൾ ആണെങ്കിൽ പൂമണി, കപ്പിൾ ആണെങ്കിൽ കപ്പിൾ. സിംഗിളും പഠിപ്പിക്കുമായിരുന്നു. ഇത്ര ദിവസം സിംഗിൾ പഠിക്കും. ഇപ്പൊ ഇനി കപ്പിളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവര് ഡാൻസിലേക്ക് ഇല്ലെന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത്. അവര് ഭയങ്കര തിരക്കാണ്.
ഏത് ഇങ്ങനെ ചുമ്മാ അങ്ങനെ നിൽക്കാനല്ലേ? നീ ഏതാ അയച്ചത്? കപ്പിൾ ഡാൻസാ എനിക്ക് എനിക്ക് മനസ്സിലായി. ചുമ്മാ അധികം ചെറുതാണെങ്കിൽ ചെറിയ സ്റ്റെപ്പ് ആണെങ്കിൽ നമ്മൾ കളിക്കും, വലിയ സ്റ്റെപ്പ് കളിക്കൂല കേട്ടോ. നമ്മുടെ ക്യാപ്പച്ചിനോ ഹാർട്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട്. നിന്റെ ഹാർട്ട് ഇല്ലല്ലോ, നിനക്ക് വേറെ കേട്ടോ. നിനക്ക് മാത്രം ഹാർട്ട്, എനിക്ക് മാത്രമേ ഉള്ളൂ സ്നേഹം. നിന്റെ ഹാർട്ട് തകരാൻ പോയത്. നീ ബാക്കിയുള്ള ഫുഡൊന്നും വന്നിട്ടില്ല. നമ്മുടെ ലോഡഡ് ഫ്രൈസ് വന്നു. വേറെ എന്താ? പാസ്ത, ആൽഫ്രെഡോ. ഇതേതാ? ആൽഫ്രെഡോ ചിക്കൻ പാസ്ത, ലോഡഡ് ഫ്രൈസ്. ഇതും പാസ്ത തന്നെയല്ലേ? അപ്പൊ കഴിച്ചു തുടങ്ങിക്കോ, കളറാവട്ടെ. ക്യാപ്പച്ചിനോ കിട്ടിയില്ലേ? എന്താ നിങ്ങളുടെ പരിപാടി? എന്താ അടി ഉണ്ടാക്കുന്നോ? നോർമൽ ടീ കഴിക്കുവാണോ പൂമണി? എന്നെ വിട്ടിട്ട് കഴിച്ചു താഴെ പോയിപ്പോ. നീ ക്യാപ്പച്ചിനോ കുടിച്ചോ? അത് പെട്ടെന്ന് തണുത്തു. സെസ്മി ചിക്കൻ റൈസ് ബോൾ ആണിത്. പൂമണി ഈ ഇടയ്ക്ക് ഇതുപോലത്തെ ട്രൈ ചെയ്യുന്നു. റൈസ് ബോൾ ലാസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്തിട്ട് മുഞ്ചിപ്പോയിരുന്നു. അതിന്റെ എല്ലാരും കുത്തി പൊളിക്കാൻ അങ്ങോട്ട്. ഞാൻ മാത്രം കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. അയ്യോ, എനിക്കൊരു ഫോർക്കില്ല. ഫോർക്കുണ്ടോ? അതെ, ഞാൻ മാത്രം കഴിക്കുന്നില്ല, എല്ലാരും കഴിക്കുന്നത്. എനിക്കൊരു ഫോർക്ക് ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുള്ളൂ. ചോദിക്കടാ. ഞങ്ങൾക്ക് ഫോർക്ക് കിട്ടിയിട്ട് കഴിക്കട്ടോ. എൻ്റെ പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും കഴിച്ചു തുടങ്ങി കേട്ടോ. താങ്ക് യു. ഒരു ഫോർക്ക് കൂടെ വേണം അല്ലേ? നല്ലതാണോ? ഏതാ നല്ല? ഇത് നല്ല. അത് അവിടെ വെച്ചോ. ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതൊന്ന് കഴിച്ചോട്ടെ. എല്ലാരും ഭയങ്കര തിരക്കിലാന്ന് തോന്നുന്നു. ഞാനും പോയി കഴിക്കട്ടെ. അടി ഉണ്ടാക്കല്ലേ? എന്തൊക്കെയോ കഴിക്കാനുണ്ട്. എല്ലാരും ഭയങ്കര സ്പീഡിൽ കഴിക്കുന്നത്. ഞാൻ കഴിക്കട്ടെ. വിശക്കുന്നുണ്ട്. അതെ, വെയിൽ കൊണ്ടുണ്ട് അപ്പുറത്ത്. അല്ല നിന്റെ സെയിം ഏജോ? ചേച്ചി, നീ ആന്റി. ചേച്ചി. അതെ, ലോഡഡ് ഫ്രൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വേറെന്താ? പാസ്ത എങ്ങനെയുണ്ട്? ഏതാണ്? ഞാൻ അവിടെ കഴിച്ചില്ല. ഞാനും കഴിച്ചില്ലായിരുന്നു പാസ്ത. ഞാൻ കഴിച്ചില്ല. നിങ്ങളെപ്പോ കഴിച്ചത്? വേറെ എവിടെന്നോ കഴിച്ചത്. നിങ്ങൾ മാറിപ്പോയി. പൂമണി ആദ്യമായിട്ട് വാങ്ങിട്ട് പൂമണി അന്ന് എവിടെ വെക്കാശിട്ട് പോയിട്ട് ടിക്ക വാങ്ങി. ടിക്ക റൈസ് ബോൾ എന്തോ അല്ല ഊള സാധനം. പൂമണി കഴിക്കാൻ പറ്റിയില്ല. കബാബാണോ? ടിക്ക ഏതാ കബാബ് ഏതാന്ന് അറിയാണ്ട് ഒരു സാധനം വാങ്ങി. അത് ഭയങ്കര ഊളസായിരുന്നു. പൂമണി കഴിക്കാൻ പറ്റില്ല. ആ വ്ളോഗ് അടുത്ത ഇതിനു മുമ്പ് വരും. ആ, അപ്പൊ നിങ്ങൾ ഫുള്ളി റെക്കോർഡാ. അപ്പൊ അത് വരും, അത് നിങ്ങൾ കാണുക. കുറച്ച് സ്പീഡ് കൂടി പോയി. വിശക്കുന്നേ. നമുക്ക് പിസയും കൂടെ വന്നിട്ടുണ്ടേ. കാണിച്ചു കൊടുക്കട്ടെ. ആർക്ക്? അതെങ്ങനെ ചരിക്കുമോ? പൊളിക്കല്ലേ? ചരിക്കല്ലേ വിശക്കുന്നത്. പിസ ഇത് ഏതാ? പിസ ഓർഡർ ചെയ്തത്? ഓർഡർ ചെയ്ത പിസ ഏതാ? ആരാ ഓർഡർ ചെയ്തത്? ടെംപ്ടേഷൻ ആണോ കെംപ്ടേഷൻ ആണോ അറിയില്ല. ഏതൊരു പിസയാണ്. ഇവിടുത്തെ മെയിൻ ഡിഷാന്നാ പറഞ്ഞത്. നല്ല പിസയാന്നാ പറഞ്ഞത്. ആളെ സജസ്റ്റ് ചെയ്താണ്. നമുക്ക് കഴിച്ചു നോക്കാം. എല്ലാരും ഓരോ പീസ് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് കാണാം കേട്ടോ. അല്ല, ഞാനിത് കഴിക്കുന്നത് കണ്ടോ. എന്തൊക്കെയോ എന്റെ വയറ് കയറും. പക്ഷെ ഇതായിരുന്നു ഏറ്റവും നല്ലത്. ആ ചട്നി അല്ലേ? കഴിച്ചിട്ട് കാണാം. ഇറങ്ങല്ലേ? ഓക്കെ, നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഹാപ്പി കപ്പിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയി. ബില്ലൊക്കെ നീയാ കൊടുക്കേണ്ടത്. നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുന്നു. പോവാ, വാഷ് ചെയ്തിട്ട് പോവാ. കുറച്ച് വെള്ളം കുടിച്ചോട്ടെ.
പൊക്കോ എന്താ കഴിഞ്ഞില്ലേ? ഇവള് കേക്ക് കഴിച്ച വീഡിയോ എടുത്ത് കഴിച്ചിട്ടില്ലല്ലേ? ഒരു വലിയ പീസ് കഴിച്ചു, അതെടുത്ത് ലുത്തഫിക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് അവ ഒരു 20 പെർ പീസ് എടുപ്പിക്കും. ആ വീഡിയോ കൂടെ നമ്മൾ ഞാൻ ലുത്തഫിനെ കാണിച്ചു കൊടുക്കും. ഞാൻ വീഡിയോ ഉണ്ട്. പോവല്ലേ? അപ്പൊ നമ്മുടെ ഗ്രൂം ടു ബി ആൻഡ് ബ്രൈഡ് ടു ബി പരിപാടി കഴിഞ്ഞിരിക്കുന്നു. സർപ്രൈസ് അല്ല, നേരത്തെ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പരിപാടി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? എന്താ ഇനി പരിപാടി? റൂമിൽ പോണോ? അടുത്ത ബാച്ചിലർ പാർട്ടിയാണോ? അടുത്ത ബാച്ചിലർ പാർട്ടി നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ബാച്ചിലർ പാർട്ടി സെറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത് അല്ലേ? സെൽഫി എടുക്കാം. അപ്പൊ എല്ലാരും കൂടെ ഒരു നല്ലൊരു ഫോട്ടോ എടുക്കട്ടെ. ഇവിടെ നിന്ന് എടുക്കാല്ലേ ഈ ബാക്ക്ഗ്രൗണ്ടിൽ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു നല്ലൊരു സെൽഫി എടുക്കാം. എല്ലാരും ഇങ്ങോട്ട് പോവല്ലേ? പോവല്ലേ? അപ്പൊ ബൈ. ഞാൻ കുറച്ച് പണിയുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പൊ കാണാം ഇനി കല്യാണത്തിന്. ബാച്ചിലർ പാർട്ടിയാ? പോവല്ലേ? അപ്പൊ ഇറങ്ങാം. അപ്പൊ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ ബ്രൈഡ് ആൻഡ് ഗ്രൂം ടു ബി. ഓക്കെ, അടുത്ത ബാച്ചിലർ പാർട്ടി അല്ലേ? നിനക്ക് തരാം, നിനക്കുള്ളത് ഞാൻ തരാം. പോവല്ലേ? ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം അതിനെ ചെയ്യാം. അപ്പൊ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാം. എന്താ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ടു ബി ഒക്കെ പവർ ആക്കിയിട്ടുണ്ട് അല്ലേ? എല്ലാ പരിപാടിയും കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ സാധനം നിനക്ക് വന്നു? ഗൂസ് ബംസ് എന്തോ ഒരു ഫീല് അത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഗ്രൂം ടു ബിയുടെ ആ ടാഗ് ഇട്ടപ്പോ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇട്ടപ്പോ എല്ലാരും അപ്പൊ അവിടെ നിന്നിട്ട് നമ്മള് ഫോക്കസ് ചെയ്തിട്ട് ആ സാധനം ഇട്ടപ്പോഴാന്ന് തോന്നുന്നു. അതായിരിക്കും മേ ബി ആ ഒരു ഗൂസ് ബംസ് കേട്ടോ. എനിക്ക് ലാസ്റ്റ് ടൈം കേക്ക് കട്ട് ചെയ്യുമ്പോഴാണ്. ആണോ? എനിക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോ ഓക്കെ ആയിരുന്നു. എനിക്ക് ആ ടാഗ് ഇട്ടപ്പോ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അന്നാണ് നമ്മുടെ പരിപാടി. ഇന്നത്തെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ടു ബി ഒന്ന് കളർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ലൈഫിൽ അടുത്ത വരുന്നത് നമ്മുടെ വെഡിങ് ആണ്. അതിനു മുമ്പ് വേറെ പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നും ഇല്ലല്ലേ? പ്രോഗ്രാംസ് ഇതുവരെ ഇല്ല. ഒരു പ്രോഗ്രാം കൂടെ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ആണോ? ബട്ട് അതിനുള്ള സമയമില്ല. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാം അങ്ങോട്ടേക്ക് ചെയ്യാൻ പറ്റൂല. ലീവ് ഒക്കെ കുറവാണ്. വീക്കെൻഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഇടയ്ക്ക് കമ്പനി സ്വിച്ച് ചെയ്തതുകൊണ്ട് ലീവ്സ് കുറച്ച് കുറവാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. സോ അതുകൊണ്ട് ഒരു പ്രോഗ്രാം നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. സോ അതെ, ഇനി നമുക്ക് വെഡിങ് ആയിരിക്കും. ബാക്കി ലൈക്ക് വെഡിങ്ങിന് ശേഷമുള്ള പരിപാടികളായിരിക്കും. ബിഫോർ വെഡിങ് വേറെ പ്ലാൻസ് ഒന്നുമില്ല അല്ലേ ജു? അതെ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. യെസ്, അപ്പൊ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത പവർ വ്ളോഗിൽ കാണാൻ വരും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.